ഹലോ, ഞാൻ അരി അടുപ്പത്തിടാൻ പോകട്ടോ. സൺഡേ ആയിട്ട് പുറത്ത് പോകാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മെഷീന് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് പുറത്ത് പോയില്ല. ഒരു 2 കപ്പ് അരി കിട്ടുന്നുണ്ട് കേട്ടോ. നോൺ വെജ് ഒന്നും മേടിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം മേടിക്കുമെന്ന് അറിയില്ല കേട്ടോ. അരി അടുപ്പത്ത് വരണം. പിന്നെ ഞാൻ ഇന്ന് കുറേ ആലോചിച്ച് എന്ത് കറി വെക്കാമെന്ന്. ഞാൻ വിചാരിച്ചു നമുക്കിവിടെ സബ്ജി കിട്ടിയത് ഇതൊരു ആഴ്ചയിൽ കിട്ടിയത്, ഇത് വേറൊരു ആഴ്ചയിൽ കിട്ടിയത്. ഇതൊരുമാതിരി കളറൊക്കെ മങ്ങി. ഇനി കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞത് കേട് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. എന്താ ഉണ്ടാക്കാന്ന് അറിയില്ല. പിന്നെ രസം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയറോ മൂത്തിന് എന്തെങ്കിലും തോരൻ വെക്കാം അല്ലേ. എനിക്ക് ഇവിടുത്തെ മീൻ ഇറച്ചിയൊക്കെ എനിക്ക് ഇഷ്ടമല്ല. എന്തൊരു സ്മെല്ല് പോലെ തോന്നും. നാട്ടത്തെ ഇഷ്ടം. എനിക്ക് ബീഫ് കഴിക്കുന്നു. ബീഫ് എന്ന് പറഞ്ഞ പശു അല്ലേ, അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ പണ്ട് ബീഫ് പറഞ്ഞ പോത്തിനല്ലേ പറയുക, അത് വേറെയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഈ പോത്തിറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട് വരും. ഇത് എന്തോരം പോത്താന്നറിയും. ഇത് കൂടെ ഒക്കെ മെയിൻ നടക്കും. പക്ഷെ ഒരെണ്ണത്തിന് അതൊന്നും ചെയ്യില്ല. എന്താണ് ഇവരിങ്ങനെ? ആദ്യം നമുക്ക് രസം ഉണ്ടാക്കാം കേട്ടോ. രസത്തിന് ഞാൻ വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, പിന്നെ ഉണക്കമുളക്, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയുള്ളി കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും രസം വെക്കണം മറന്നു കേട്ടോ. എന്നിട്ട് യൂട്യൂബ് അപ്പെടുത്ത് നോക്കും. മറവി കുറച്ച് സ്വിച്ച് തുറക്കാറില്ല. അയ്യോ, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം കേട്ടോ. പ്രശ്നമോ മറന്നുപോയി. കുറച്ച് മഞ്ഞപ്പൊടി. ഓക്കെ, മഞ്ഞപ്പൊടി ഇടാം. ശരിട്ടോ, നമുക്കൊന്ന് മടിച്ചിട്ടാം. ചട്ടിയിൽ പുകയൊക്കെ വരുന്നുണ്ട്. ഇത് പൊട്ടിത്തെറിക്കുമോ? നിനക്കാണെങ്കിൽ മൺചട്ടിയിൽ വെക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മൺചട്ടി ഈ പ്രാവശ്യം സൈഡിലൊക്കെ ഈ പ്രാവശ്യം കൊണ്ടുവരണം വിചാരിച്ചു, മറന്നുപോയി. നല്ല ഇഷ്ടം. കുറച്ച് പറ്റാമുളക് അതിട്ടിട്ട് കറിവേപ്പില ഇടണമല്ലോ. കറിവേപ്പില എടുക്കാൻ മറന്നു. ഒരു കറിവേപ്പിലിട്ട് നമ്മൾ ചതച്ച് വെച്ചില്ലേ, ചവച്ചല്ല അരഞ്ഞു പോയോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അല്ല, അതും കൂടി ഇടാം. ചതയെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല് ഉണ്ട് കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യാം. അയ്യോ, അപ്പോൾ മസാല എപ്പോഴാണ് ആഡ് ചെയ്യുക? നോക്കട്ടെ, വീട്ടിൽ നോക്കട്ടെ. കുറച്ച് കായപ്പൊടി ചേർക്കണം കേട്ടോ. കായപ്പൊടി ചേർക്കാം. പിന്നെ അവരൊന്നും പറയുന്നില്ല, അതുകൊണ്ട് പറയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞ വെച്ച തക്കാളി ഇതൊക്കെ അറിയാം. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് പോട്ടെ. തക്കാളി ഞാൻ 3 എടുക്കുന്നുണ്ട്. 3 എടുത്തിട്ട് ആവശ്യമില്ല. ഞാൻ കുറച്ച് ഉപ്പിടാം അല്ലേ. ഇപ്പോൾ നമുക്ക് പുളി കുതിർക്കില്ലല്ലോ. പുളി കുതിർക്കണം വെക്കട്ടെ. അപ്പോഴേക്കും ഇതുകൂടി ആവട്ടെ. നമുക്കിങ്ങനെ മൂടി വയ്ക്കാം. പുളി ഒന്ന് കുതിർക്കാൻ വെക്കട്ടെ. നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അലോവേര വെക്കാൻ പോട്ടോ. എന്നിട്ട് നമ്മളൊന്ന് കൂടുതൽ വയ്ക്കും.
ഞാൻ നമ്മുടെ ഉണക്കപ്പയറില്ലേ, അതിനെന്താ പറയുക, ഉണക്കപ്പയർ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഉണക്കപ്പയറിനെ പറയാം. അത് പിന്നെ മത്തങ്ങയും കൂടി കുറേ ദിവസം ഈ മത്തങ്ങ ഇവിടെ ഇരിക്കണം, ഇതും കൂടി നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ രസം തിളച്ചിട്ടുണ്ട്. രസം കണ്ടിട്ട് കുറച്ച് ഇത്രയും തക്കാളി ഇടണ്ടായിരുന്നു തോന്നുന്നു. രസം തിളയ്ക്കാൻ പാടില്ല അത്ര ശരിക്കും. രസം തിളയ്ക്കാതിരിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കൂടുതൽ. ഇതിൽ കുറച്ച് മഞ്ഞളും കൂടി ഇടാം കേട്ടോ. അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. രസം ഇവിടെ മാറ്റി വയ്ക്കാം. ചൂട് നമുക്ക് മത്തങ്ങയുടെ തുള്ളികളെ നല്ല ഇങ്ങനത്തെ കളറുള്ള മത്തങ്ങ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ. അല്ലെങ്കിൽ വെള്ള മത്തങ്ങയില്ലേ, അതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വെക്കാൻ മതിയായി. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മടിയായി. പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം. അതെന്തായാലും അവിടെ നിന്ന് കേട് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറേ ദിവസമായി, ഏതോ ഒരാഴ്ചയിൽ കിട്ടിയിട്ട് പിന്നെ കോളിഫ്ലവറിനോട് റേറ്റ് കുറവാകുന്നു. അത് അവർ ആഴ്ചയിൽ ഇങ്ങനെ ഇട്ട് തരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ പറയുക, റേറ്റ് കുറഞ്ഞ പയർ അധികം വെന്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒന്ന് കൂടി അടുപ്പത്ത് വയ്ക്കാം. ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ മത്തങ്ങ, പിന്നെ എന്ത് വേണം, കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഞാൻ ഇട്ടുണ്ടായിരുന്നു, ഈ കൂടുമെന്ന് അറിയില്ല. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം, വെള്ളം കമ്മി പോലെ ഉണ്ട്. നമുക്ക് തേങ്ങ ചിരകണം, കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അത് നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കണം, നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. കുറച്ച് ചേർത്ത് മത്തങ്ങയും പയറും അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു തലയിൽ കുറച്ച് നേരം അലോവേര തേച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ തലയിലാണെങ്കിൽ നിറയെ താരുണ്ട്. ഇവിടെ വന്നേ പിന്നെ, ഈ ക്വാർട്ടറിൽ വന്നേ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ അലോവേര ആരോ നട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നരാടം അതായത് ഒരു ദിവസം കൂടുമ്പോൾ ഞാൻ തലയിൽ തേക്കാറുണ്ട് കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് തലയിൽ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ മുടി വാഷ് ചെയ്യും കേട്ടോ. അല്ല, നമ്മൾ കുളിക്കും കേട്ടോ, മുടി മാത്രമല്ല മൊത്തം കുളിക്കും, എല്ലാം കുളിയൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ ഞാനവിടെ ബാൽക്കണിയിൽ വായും പൊളിച്ച് നിന്ന് പോയി തലയിൽ അലോവേരയൊക്കെ അങ്ങോട്ട് തേച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അവിടുത്തെ കറികൾ റെഡിയാവും. കറികളൊന്നുമില്ല, നമ്മളെന്താ മത്തങ്ങയും പയറും വയ്ക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് മത്തങ്ങയും പയറും കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, ഈസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒക്കെ വെന്തു കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ കൂടി വെച്ചിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, വേറെ ഒന്നും ഒഴിക്കാൻ പാടില്ല. പച്ച വെളിച്ചെണ്ണ ആ സ്മെല്ലൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ തിന്നാൻ നല്ലതാണ്. തിളപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചിലവ് തിളപ്പിക്കൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഞാൻ ചോറിനാൻ പോവാം. പിള്ളേരെ വിളിച്ചിട്ട് വരുന്നില്ല, വിശക്കാൻ തുടങ്ങി. അവർ കളിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നല്ല വിശക്കും. ഉപ്പുണ്ടോ നോക്കിയില്ല, ഉപ്പിട്ടോ.
നല്ല ഇഷ്ടമാണ് കുറച്ച്. പിന്നെ നമ്മുടെ രസമുണ്ട് കേട്ടോ. പിന്നെ രസം, പിന്നെ ഇന്നലത്തെ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പക്ഷെ ഭയങ്കര ഇല്ല. കുറച്ചെടുക്കാം, കേട് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ ചമ്മന്തി കട്ടയായിരിക്കാം. ഒരു കട്ട എടുക്കാം. ഇത്ര വേണോ? ഇത്ര വേണം. ഇത്ര ഉള്ളൂ ചോറിനാ. അയ്യോ, ആര് സുന്ദരിയാക്കി തന്ന്? എന്നിട്ട് വാ, മുഖത്തൊന്ന് തയ്ച്ചേക്കണ്. കീമോ? വൈകുന്നേരമായി. ചായ ആണോ അറിയില്ല, എനിക്കല്ല ഒന്നിച്ചിപ്പോ എനിക്കാണെങ്കിൽ ഗ്യാസായിട്ട് ചായ കുടിക്കാൻ ഭയങ്കര. ഈ പാലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. 1 ലിറ്റർ പാല് കിട്ടും. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ പാല് മേടിക്കണില്ലെങ്കിൽ ഇപ്പോൾ 1/2 ലിറ്റർ മേടിക്കണം വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 14 മുട്ട ഫ്രീ കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ തികയാത്തത് കൊണ്ട് ഈ തൈരൊക്കെ എടുക്കണതുകൊണ്ട് നമ്മൾ 1 ലിറ്റർ മേടിക്കുന്നുണ്ട് കേട്ടോ. സൺഡേ ആണെങ്കിൽ നമുക്ക് പാല് കിട്ടില്ല കേട്ടോ. സൺഡേ ഒന്നും കിട്ടില്ല. അപ്പോൾ പാല് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പാലില്ലാത്തതുകൊണ്ട് നാളെ രാവിലത്തേക്കും കൂടി പാല് വേണ്ടേ. അരി അരക്കാനുണ്ട്. ഇന്നലെ വെള്ളത്തിലിട്ടതാണ്. ഇന്നലെ വൈകുന്നേരം എനിക്ക് അരക്കാൻ പറ്റില്ല, മതി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ തുണി ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് മടിയാണ്, കാരണം നമ്മൾ തുണി അലക്കിയത് എടുത്ത് കൊണ്ടുപോയി അങ്ങനെ കിടക്കും ഒരു ചെയറിൽ കേട്ടോ. എനിക്ക് മടക്കി വെക്കാൻ ഇഷ്ടമല്ല. ഇപ്പം ആണെങ്കിൽ നമ്മളിങ്ങനെ ബാൽക്കണിയിൽ വായും പൊളിച്ച് നോക്കിയിരുന്ന് മെല്ലെ മെല്ലെ ഞാൻ മടക്കി വെച്ചിട്ടാണ് ഉള്ളി കയറ്റി കൊണ്ടുവരുള്ളൂ കേട്ടോ. ഇതുകൊണ്ടൊരു ഗുണമാണ്, കുഴപ്പമില്ല. ഞാൻ മേലത്തെ ആദ്യത്തെ ക്വാർട്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഇറക്കി കൊണ്ടുപോയി അവിടെ വയ്ക്കും. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ മടക്കി വയ്ക്കുള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ തുണി അലക്കാനൊന്നുമല്ല പാട്, തുണി മടക്കി വയ്ക്കാനാണ് പാട്. അവിടെ സെറ്റ് ചെയ്തത് എങ്ങനെയുണ്ട്. ഈ ബുദ്ധനില്ലേ ഉമേഷിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഉമേഷ് ബീഹാറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് പോസ്റ്റിംഗ് ആയപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് കൊടുത്തത് ഉമേഷിന്. പക്ഷെ അവിടുത്തെ കളർ ചെറുതായി പോകുന്നുണ്ട്, ഒന്ന് പെയിൻ്റ് അടിക്കണം. ഒക്കെ നല്ല ഇഷ്ടമായി. എന്നിട്ട് ചെടികൾ കുറവാണ്, മേടിക്കണം. പിന്നെ ഞാൻ അവിടെ ചീര നട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര സ്ഥലമുള്ളൂ. അങ്ങനെ ഒരു 5:30 പുതിയ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഹിന്ദിയൊക്കെ പറയണവരുണ്ടെങ്കിൽ അവർ പക്ഷേ ശരിക്കും ബംഗാളികളാണ് കേട്ടോ. നോർത്ത് ബംഗാളിൽ പിന്നെ ഒരാൾ കൽക്കത്ത, 2 പേര് കൽക്കത്ത. അങ്ങനെ അവിടെ പോയിരുന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് കുറേ ഹിന്ദി സംസാരിച്ചു. അറിയാത്തതായിട്ട് എനിക്ക് അവർ നന്നായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ പോയിരുന്നു. പിന്നെ ഉമേഷ് വന്നപ്പോൾ ഞാൻ കയറി വന്നു കേട്ടോ. ഞാൻ പഴയ ക്വാർട്ടറിൽ താമസിച്ചപ്പോൾ താഴെ 2 ഹിന്ദിക്കാരുണ്ട്. അവരൊന്നും അങ്ങനെ മിണ്ടില്ല, ഒരു കോപ്പറേഷൻ ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇവർ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ ഉമേഷ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിച്ചിരിക്കുന്നു. എന്താണ് അവൻ നല്ല ബുദ്ധി തോന്നിയതെന്ന് കെട്ടിവന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ പോയി. രാത്രി 8:30 ആയപ്പോഴാണ് കയറി വന്നത്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ ബൈ.